നമസ്കാരം. തിരുവനന്തപുരത്തെ ശംഖുമുഖത്ത് കടലിലും ആകാശത്തും നടക്കുന്ന സൈനിക അഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിലാണ് ഈ ഓപ്പറേഷൻ ഡെമോ എന്ന സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നത്. ഇന്ത്യൻ സേനയുടെ കരുത്ത് നേരിട്ട് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഈ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ. പൊതുജനങ്ങൾക്ക് നേരിട്ട് കണ്ടാസ്വദിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സമാപന ദിവസമായ ഡിസംബർ 3 രാഷ്ട്രപതി ദ്രൗപദി മുർമു പരിപാടിയിൽ പങ്കെടുക്കും. നവംബർ 27 മുതൽ ഡിസംബർ 3 വരെയുള്ള ഈ ദിവസങ്ങളിൽ നാവികസേന ദിനത്തോടനുബന്ധിച്ച് ശംഖുമുഖത്ത് സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നതിനാൽ വൈകുന്നേരം 2 മണിക്കൂർ നേരം വിമാന സർവീസ് നിർത്തിവെക്കും. ഡിസംബർ 3 സമാപന ദിനത്തിലാണ് പ്രധാന പരിപാടി നടക്കുക. ഇത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ത്യ പാക് ബന്ധം ഏതു നിമിഷവും ഒരു യുദ്ധത്തിലേക്ക് പോകാവുന്ന നിലയിലായതിനാൽ ഇത്തരം സൈനിക അഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഒരു യുദ്ധ പരിശീലനമായി തന്നെയാണ് നാവികസേന കാണുന്നത്. ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെ ഇന്ത്യയുടെ 3 സേനകളും ഗുജറാത്തിലും രാജസ്ഥാനിലുമായി ഓപ്പറേഷൻ തൃശൂൽ എന്ന പേരിൽ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ശംഖുമുഖത്ത് ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സൈനിക അഭ്യാസ പ്രകടനം നടക്കുന്നത്. അതായത് ഇന്ത്യയിലെ എവിടെയും ഇന്ത്യ നേവി അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമി ഉൾപ്പെടെയുള്ള 3 സൈനിക വിഭാഗങ്ങളും തയ്യാറാണ്, എവിടെ നിന്ന് വേണമെങ്കിലും പാകിസ്ഥാനെ ആക്രമിക്കാൻ തയ്യാറാണ് എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ എന്ന ഒരു സന്ദേശമാണ് ഇന്ത്യ ശത്രു രാജ്യത്തിന് നൽകുന്നത്. ശംഖുമുഖത്ത് കടലിലെ പ്രകടനത്തെ നയിക്കുന്നത് തന്നെ ഇന്ത്യയുടെ പ്രമുഖ യുദ്ധക്കപ്പലായ INS വിക്രാന്ത് ആണെന്ന് പറഞ്ഞാൽ തന്നെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാകും. മറ്റ് യുദ്ധക്കപ്പലുകളും ചെറുകപ്പലുകളും വിക്രാന്തിന് പിന്നിൽ അണിനിരക്കും. MiG-21, MiG-29 എന്നിവ വ്യോമസേനയുടെ കരുത്ത് കാട്ടും. പ്രകടനത്തിന് എത്തുന്ന വിമാനങ്ങളെയും കപ്പലുകളെയും നിയന്ത്രിക്കുന്നതിനുള്ള കമാൻഡ് കൺട്രോൾ സെന്റർ സജീവമായി തന്നെ കഴിഞ്ഞു. നവംബർ 27 വൈകുന്നേരങ്ങളിൽ സേനാഭ്യാസങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഹെലികോപ്റ്റർ വിഭാഗത്തിലുള്ള ചേതക്, അതോടൊപ്പം തന്നെ ധ്രുവ്, അതോടൊപ്പം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന കിരൺ എന്ന യുദ്ധവിമാനം, കപ്പലിലേക്കും കരയിലേക്കും പറന്നിറങ്ങുന്ന പാരച്യൂട്ട് ട്രൂപ്പുകൾ, മത്സ്യത്തൊഴിലാളികൾ, കടലിൽ അപകടത്തിൽപ്പെടുമ്പോൾ വ്യോമസേന എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത് എന്നതിന്റെ പ്രകടനം തുടങ്ങി ഒട്ടേറെ പ്രകടനങ്ങൾ നടക്കും. രാജ്യാന്തര സമുദ്രാതിർത്തി ഭേദിക്കുന്ന ശത്രുവിനെ എങ്ങനെയാണ് ആകാശത്തും കടലിലും സൈന്യത്തിന്റെ വിമാനങ്ങളും കപ്പലുകളും തുരത്തി ഓട്ടിക്കുക എന്നതിന്റെ പ്രകടനവും കാണാം. സേനയുടെ പോരാട്ട വീര്യവും ശക്തിയും തെളിയിക്കുന്ന കടലിലെ പ്രകടനത്തിന് ഉദ്ഘാടന ദിവസമായ ഡിസംബർ 3 സാക്ഷ്യം വഹിക്കും. രാഷ്ട്രപതി മുഖ്യ അതിഥിയായി എത്തും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ് പരിപാടിക്ക് ആതിഥ്യം വഹിക്കുക. ഓപ്പറേഷൻ തൃശൂലിന്റെ പേരിൽ രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ ദക്ഷിണ കമാൻഡ് നേരത്തെ മാരുജ്വാല, അഖണ്ഡ് പ്രഹാർ എന്നീ പേരുകളിൽ നടന്ന സൈനിക അഭ്യാസ പ്രകടനങ്ങളിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട ആയുധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരികയായിരുന്നു. ഏത് സമയത്തും പാകിസ്ഥാനുമായി ഉണ്ടായേക്കാവുന്ന യുദ്ധത്തിന് ഇന്ത്യൻ സേന ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഓപ്പറേഷൻ തൃശൂലിന്റെ ഭാഗമായുള്ള മാരുജ്വാലയും അഖണ്ഡ് പ്രഹാരും കാണിച്ചു തന്നത്. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയ്ക്ക് പുറമെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, BSF എന്നീ സേനാഭാഗങ്ങൾ സംയോജിച്ചാണ് അഭ്യാസ പ്രകടനം നടത്തിയത്. ഗുജറാത്ത് സംസ്ഥാനത്തിനും പാകിസ്ഥാന്റെ സിഡ് പ്രവിശ്യയ്ക്കുമിടയിലുള്ള പ്രദേശമാണ് സർ ക്രീക്ക് എന്ന കടലിടുക്ക്. ഇവിടെയും 12 ദിവസത്തോളം കര, നാവിക, വ്യോമസേനകൾ യുദ്ധാഭ്യാസ പ്രകടനം നടത്തിയിരുന്നു. ബ്രഹ്മശിര എന്ന പേരിൽ ഇന്ത്യയുടെ 3 സേനാഭാഗങ്ങൾ സർ ക്രീക്കിൽ നടത്തിയ ശക്തി പ്രകടനം ഭീതിജനകമാണെന്നാണ് പാകിസ്ഥാനിലെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇലക്ട്രോണിക് യുദ്ധം, അതോടൊപ്പം തന്നെ സൈബർ, അതോടൊപ്പം തന്നെ ഡ്രോൺ, കൗണ്ടർ ഡ്രോൺ പ്രവർത്തനങ്ങൾ, ഇന്റലിജൻസ് സർവൈലൻസ്, എയർ ഡിഫൻസ് കൺട്രോൾ, റിപ്പോർട്ടിംഗ് എന്നീ യുദ്ധത്തിലെ വിവിധ മേഖലകളിൽ എങ്ങനെ ഇന്ത്യയുടെ ത്രിസേനകൾ പ്രവർത്തിക്കുന്നു എന്നത് ബ്രഹ്മശിര കാട്ടിക്കൊടുത്തു. സർ ക്രീക്ക് കേന്ദ്രീകരിച്ച് കുറച്ചു നാളുകളായി പാകിസ്ഥാൻ ചില ഗൂഢ സൈനിക നീക്കങ്ങൾ നടത്തിയിരുന്നു. അത് വേണ്ട എന്നും ഇനിയും തുടർന്നാൽ ബ്രഹ്മോസുകൾ കണക്ക് തീർക്കുമെന്നും പറയാതെ പറയുകയാണ് തൃശൂൽ എന്ന സൈനിക നീക്കത്തിന് പിന്നിലുള്ള ഇന്ത്യയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.